നമസ്കാരം. ചെറിയമണ്ടം ഐടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സ്റ്റീം പവർ സ്റ്റേഷനെ കുറിച്ചും അതുപോലെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനെ കുറിച്ചും ചർച്ച ചെയ്തു. ഇന്ന് നമുക്ക് ന്യൂക്ലിയർ പവർ സ്റ്റേഷനെ കുറിച്ച് ചർച്ച ചെയ്യാം. A generating station in which nuclear energy is converted into electrical energy is known as a nuclear power station. ഒരു ആണവ വൈദ്യുത നിലയമെന്ന് വെച്ചാൽ ആണവോർജത്തെ വൈദ്യുതോർജമായിട്ട് മാറ്റുന്ന ഒരു ജനറേറ്റിംഗ് സ്റ്റേഷനാണ്. In nuclear power station, the heavy elements such as uranium-235 or thorium-232 are subjected to nuclear fission in a special apparatus known as a reactor. ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളിൽ ഹെവി എലമെൻറ്റ്സ് ആയിട്ടുള്ള യുറേനിയം 235 അല്ലെങ്കിൽ തോറിയം 232 അവയാണ് നമ്മൾ ഇന്ധനങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത്. അവയെ ഒരു സ്പെഷ്യൽ അപ്പാരറ്റസ്, അതിനെ നമ്മൾ റിയാക്ടർ എന്ന് വിളിക്കും, അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ന്യൂക്ലിയർ ഫിഷൻ എന്നുള്ളൊരു പ്രോസസ്സിന് വിധേയമാക്കിയാണ് ചെയ്യുന്നത്. The heat energy thus released is utilized in rising steam at high temperature and pressure. ഇങ്ങനെ ന്യൂക്ലിയർ ഫിഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ ഹീറ്റ് എനർജി ഉണ്ടാവുകയും ആ ഹീറ്റ് എനർജിയെ സ്റ്റീം ഉണ്ടാക്കുവാനായിട്ട്, വെള്ളത്തെ നീരാവിയായിട്ട് കൺവേർട്ട് ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. This steam runs the steam turbine which converts steam energy into mechanical energy. ഈ സ്റ്റീം ടർബൈൻസിനെ റണ്ണ് ചെയ്യിക്കുകയും അവ സ്റ്റീം എനർജി അല്ലെങ്കിൽ ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യിക്കുകയും ചെയ്യുന്നു. ദി ടർബൈൻ ഡ്രൈവ്സ് ദി അൾട്ടർനേറ്റർ വിച്ച് കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഈ ടർബൈൻസ് അൾട്ടർനേറ്റർ ആയിട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ടാവും. ഈ അൾട്ടർനേറ്റേഴ്സ് ഈ ടർബൈൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ ഫ്യൂവൽ ഉപയോഗിച്ചിട്ട് നമുക്ക് വലിയ എമൗണ്ട് ഇലക്ട്രിക്കൽ എനർജി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. എത്രയാണെന്ന് വെച്ചാൽ 4500 ടൺസ്, അതായത് 4500 ഇൻറ്റു 1000 ഹൈ ഗ്രേഡ് കോള് ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാവുന്ന അത്രയും എനർജി നമുക്ക് 1 കിലോഗ്രാം യുറേനിയം 235 ഫിഷന് വിധേയമാക്കിയിട്ട് നിർമ്മിക്കാൻ ആവും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ന്യൂക്ലിയർ ഫിഷൻ എന്താണെന്ന് നോക്കാം. വെൻ ന്യൂക്ലിയർ ഫിഷൻസ് ഇറ്റ് സ്പ്ലിറ്റ് ഇൻ ടു സെവറൽ സ്മോൾ ഫ്രാഗ്മെൻറ്റ്സ്. ഒരു ന്യൂക്ലിയസ് ഫിഷന് വിധേയമാകുമ്പോൾ, ഫിഷൻ എന്ന് പറഞ്ഞാൽ മുറിയുക എന്നുള്ളതാണ് അർത്ഥം. ഇറ്റ് സ്പ്ലിറ്റ് ഇൻ ടു സെവറൽ സ്മോൾ ഫ്രാഗ്മെൻറ്റ്സ്, അത് ഒരുപാട് കഷ്ണങ്ങളായിട്ട് മാറും. അതിൻ്റെ കൂടെ 2 or 3 ന്യൂട്രോൺസ് ആൾസോ എമിറ്റഡ്, 2-3 ന്യൂട്രോൺസ് കൂടെ എമിറ്റ് ചെയ്യും. ദി സം ഓഫ് ദി മാസസ് ഓഫ് ദിസ് ഫ്രാഗ്മെൻറ്റ്സ് ഈസ് ലെസ് ദാൻ ദി ഒറിജിനൽ മാസ്. ഈ ഉണ്ടാവുന്ന ഫ്രാഗ്മെൻറ്റ്സിൻ്റെ മാസസ് ഈ ഒറിജിനൽ മാസിനെക്കാളിലും കുറവായിരിക്കും. ദിസ് ഫെനോമിനൻ ഈസ് കോൾഡ് മാസ് ഡിഫക്റ്റ്. ആ ഒരു പ്രതിഭാസത്തെ നമ്മൾ മാസ് ഡിഫക്റ്റ് എന്ന് പറയും. This missing mass is converted into energy according to Einstein's equation. ഈ മിസ്സിംഗ് മാസ്സാണ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഐൻസ്റ്റീൻ്റെ പ്രശസ്തമായിട്ടുള്ള E=mc² എന്നുള്ള ഇക്വേഷന് വിധേയമായിട്ടാണ്. ഗാമ റേസിൻ്റെ രൂപത്തിലാണ് ആ എനർജി നമ്മൾ ഗാമ റേസ് എന്ന് പറയും. അതിൻ്റെ രൂപത്തിലാണ് എനർജി റിലീസ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ന്യൂക്ലിയർ ഫിഷൻ എന്നുള്ള പ്രോസസ്സാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്നത്. ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. എ ചെയിൻ റിയാക്ഷൻ റെഫേഴ്സ് ടു എ പ്രോസസ് ഇൻ വിച്ച് ന്യൂട്രോൺസ് റിലീസ്ഡ് ഇൻ ഫിഷൻ പ്രൊഡ്യൂസ്ഡ് ആൻ അഡീഷണൽ ഫിഷൻ ഇൻ അറ്റ്ലീസ്റ്റ് 1 ഫർദർ ന്യൂക്ലിയസ്. അതായത് ഒരു ന്യൂക്ലിയസിൽ ഫിഷൻ നടക്കുമ്പോൾ അവിടെ ന്യൂട്രോൺസ് ഉണ്ടാവും. ആ ന്യൂട്രോൺസ് മറ്റുള്ള
ന്യൂക്ലിയസിൽ ഫിഷന് കാരണമാവും. ഇവിടെ ഈ ഫസ്റ്റ് ജനറേഷനിൽ ഒരു ന്യൂട്രോൺ ഒരു ന്യൂക്ലിയസിൽ ഇടിക്കുന്നു. അവിടെ 2 ന്യൂക്ലിയസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ 2 ന്യൂക്ലിയസുകൾ മറ്റുള്ള 2 ന്യൂട്രോൺസിൽ പോയി ഇടിക്കുന്നു. ദിസ് ന്യൂക്ലിയസ് പ്രൊഡ്യൂസ് അനദർ ന്യൂട്രോൺസ് ആൻഡ് ദി പ്രോസസ് റിപ്പീറ്റ്സ്. ഈ സെക്കൻഡ് ജനറേഷനിലുള്ള ന്യൂക്ലിയസുകൾ 2 ന്യൂട്രോൺസിന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും അടുത്തുള്ള ന്യൂക്ലിയസിൽ പോയി ഇടിക്കുന്നു. ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ചെയിൻ റിയാക്ഷൻ എന്ന് പറയുക. ദിസ് പ്രോസസ് ഈസ് കൺട്രോൾഡ് ഇൻ പവർ ജനറേഷൻ ഓർ അൺകൺട്രോൾഡ് ഇൻ ന്യൂക്ലിയർ വെപ്പൺസ്. ഈ ഒരു റിയാക്ഷൻ പവർ ജനറേഷൻ മെത്തേഡ്സിൽ, അതായത് ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ കൺട്രോൾഡ് ആയിരിക്കും, ന്യൂക്ലിയർ വെപ്പൺസിൽ അൺകൺട്രോൾഡ് ആയിരിക്കും. ഇതാണ് ചെയിൻ റിയാക്ഷൻ. ഒരു യുറേനിയം 235 ന്യൂക്ലിയർ ഫിഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. യുറേനിയം 235 ഒരു ന്യൂട്രോൺ വന്ന് ഇടിക്കുകയാണ്, ബോംബാർഡ് ചെയ്യാണ്. അപ്പോൾ ഒരു ന്യൂട്രോൺ കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മാസ് നമ്പർ ഒന്നും കൂടെ കൂടും. യുറേനിയം 236 ആവും. യുറേനിയത്തിൻ്റെ മറ്റൊരു ഐസോടോപ്പാണ്. യുറേനിയം 236 എന്ന് വെച്ചാൽ അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ അത് 2 സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസുകളായിട്ട് കൺവേർട്ട് ചെയ്യും. ക്രിപ്റ്റോൺ 92ഉം ബേരിയം 141ഉം. അതിൻ്റെ കൂടെ എനർജി ഉണ്ടാവും, ന്യൂട്രോൺസ് ഉണ്ടാവും. ഈ ന്യൂട്രോൺസ് മറ്റുള്ള ന്യൂക്ലിയസിൽ പോയി ഇടിക്കും. അങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ ക്രിയേറ്റ് ചെയ്യും. അതാണ് യുറേനിയം 235ൻ്റെ ഫിഷൻ. What are the advantages of nuclear power station? The amount of fuel required is quite small. Therefore, there is a considerable saving in the cost of fuel transportation. നമുക്ക് കുറഞ്ഞ ഫ്യൂവൽ മതി. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ കേസിൽ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എ ന്യൂക്ലിയർ പവർ പ്ലാന്റ് റിക്വയർ ലെസ് സ്പേസ് ആസ് കമ്പയർഡ് ടു എനി അതർ ടൈപ്പ് ഓഫ് ദി സെയിം സൈസ്. സെയിം സൈസിലുള്ള മറ്റുള്ള ജനറേറ്റിംഗ് മെത്തേഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയർ പവർ സ്റ്റേഷന് കുറഞ്ഞ സ്പേസ് മതിയാവും. ഇറ്റ് ഹാസ് ലോ റണ്ണിങ് ചാർജസ് ആസ് എ സ്മോൾ എമൗണ്ട് ഓഫ് ഫ്യൂവൽ ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ബൾക്ക് ഇലക്ട്രിക്കൽ എനർജി. നമുക്ക് ബൾക്കായിട്ടുള്ള ഇലക്ട്രിക്കൽ എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കുറഞ്ഞ ഫ്യൂവൽ മതി. അതുകൊണ്ട് തന്നെ റണ്ണിങ് കോസ്റ്റ് വളരെ കുറവാണ്. ദിസ് ടൈപ്പ് ഓഫ് പ്ലാന്റ് ഈസ് വെരി എക്കണോമിക്കൽ ഫോർ പ്രൊഡ്യൂസിങ് ബൾക്ക് ഇലക്ട്രിക്കൽ പവർ. ബൾക്ക് ഇലക്ട്രിക്കൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ വളരെ എക്കണോമിക്കലാണ്. ഇറ്റ് ക്യാൻ ബി ലൊക്കേറ്റഡ് നിയർ ദി ലോഡ് സെൻറ്റേഴ്സ് ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആൻഡ് need not be near coal mines. Therefore, the cost of primary distribution is reduced. നമുക്ക് ഒരു സ്റ്റീം പവർ സ്റ്റേഷൻ്റെ അത്രത്തോളം വെള്ളം ആവശ്യമില്ല. അതുപോലെ കോൾ മൈൻസിൻ്റെ അടുത്ത് നമുക്ക് ഇത് നിർമ്മിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലോഡ് സെൻറ്റേഴ്സിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ് നിർമ്മിക്കാം. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയുള്ള ചാർജസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. There are large deposits of nuclear fuel available all over the world. Therefore, such plant can ensure continued supply of electrical energy for thousands of years. നമുക്ക് ന്യൂക്ലിയർ ഫ്യൂവൽസിൻ്റെ ഡെപ്പോസിറ്റ്സ് വളരെ അധികമുണ്ട്. അതുകൊണ്ട് ഒരുപാട് വർഷങ്ങളോളം നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ന്യൂക്ലിയർ ഫ്യൂവൽസ് ഉപയോഗിച്ചിട്ട് നിർമ്മിക്കാൻ വേണ്ടി സാധിക്കും. ഇറ്റ് എൻഷുവേഴ്സ് റിലയബിലിറ്റി ഓഫ് ഓപ്പറേഷൻ. അതുകൊണ്ട് തന്നെ ഇത് വിശ്വസ്തമായിട്ടുള്ള ഒരു പവർ ജനറേറ്റിംഗ് മെത്തേഡാണ്. വാട്ട് ആർ ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ? ദി ഫ്യൂവൽ യൂസ്ഡ് ഈസ് എക്സ്പെൻസീവ്. നമ്മൾ വളരെ കുറച്ച് ഫ്യൂവലാണ് യൂസ് ചെയ്യുന്നുള്ളെങ്കിലും യൂസ് ചെയ്യുന്ന ഫ്യൂവൽ വളരെ എക്സ്പെൻസീവാണ്. ദി ക്യാപിറ്റൽ കോസ്റ്റ് ഓൺ എ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഈസ് വെരി ഹൈ ആസ് കമ്പയർഡ് ടു അതർ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ്. മറ്റുള്ള പ്ലാന്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ കോസ്റ്റ് ഏറ്റവും കൂടിയ പവർ പ്ലാന്റാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ദി ഇറക്ഷൻ ആൻഡ് കമ്മീഷനിങ് ഓഫ് ദി പ്ലാന്റ് റിക്വയർസ് ഗ്രേറ്റർ ടെക്നിക്കൽ നോളജ്. ഒരു പവർ പ്ലാന്റിൻ്റെ നിർമ്മാണത്തിലും കമ്മീഷനിങ്ങിലൊക്കെ ടെക്നിക്കൽ നോളജ് വളരെ ആവശ്യമാണ്. അതായത് ട്രെയിൻഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള
പേഴ്സണൽസിന് ആവശ്യമാണ്. ദി ഫിഷൻ ബൈ പ്രൊഡക്ട്സ് ആർ ജനറലി റേഡിയോ ആക്റ്റീവ് ആൻഡ് മേ കോസ് എ ഡേഞ്ചറസ് എമൗണ്ട് ഓഫ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ. ഈ ഫിഷനിൽ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റുകൾ റേഡിയോ ആക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ അവ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷന് കാരണമാവും. മെയിൻ്റനൻസ് ചാർജസ് ആർ ഹൈ. മെയിൻ്റനൻസ് ചാർജസ് വളരെ കൂടുതലാണ്. മോറോവർ ഹൈ സാലറീസ് ഓഫ് സ്പെഷ്യലി ട്രെയിൻഡ് പേഴ്സണൽ എംപ്ലോയിഡ് ടു ഹാൻഡിൽ ദി പ്ലാന്റ് ഫർദർ റൈസ് ദി കോസ്റ്റ്. നമ്മൾ പ്ലാന്റിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നല്ല സാലറി കൊടുക്കേണ്ടി വരും. കാരണം ഈ റേഡിയോ ആക്ടിവിറ്റിയുടെ പ്രശ്നമൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ഇതിൻ്റെ റണ്ണിങ് കോസ്റ്റിനെ വീണ്ടും കൂട്ടുകയാണ് ചെയ്യുന്നത്. ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആർ നോട്ട് വെൽ സൂട്ടഡ് ഫോർ വേരിയിങ് ലോഡ്സ് ആസ് ദി റിയാക്ടർ ഡസ് നോട്ട് റെസ്പോണ്ട് ടു ദി ലോഡ് ഫ്ലക്ച്വേഷൻസ് എഫിഷ്യൻ്റ്ലി. ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ വേരിയിങ് ലോഡ്സ് ഉള്ള കണ്ടീഷനിൽ സൂട്ടബിൾ അല്ല. കാരണം നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ കേസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലോഡ് വേരി ചെയ്യുന്ന സമയത്ത് നമുക്ക് വെള്ളത്തിൻ്റെ എമൗണ്ട് കൺട്രോൾ ചെയ്തിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എനർജി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ കേസിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. പെട്ടെന്നുള്ള ഈ ലോഡ് ഫ്ലക്ച്വേഷനിലൊക്കെ നമുക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എനർജി കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അത് ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ ചെർണോബിലൊക്കെ ദുരന്തത്തിന് കാരണമായത് ഈ ലോഡ് ഫ്ലക്ച്വേഷനൊക്കെയാണ്. നമുക്കതിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ദി ഡിസ്പോസൽ ഓഫ് ദി ബൈ പ്രൊഡക്ട്സ് വിച്ച് ആർ റേഡിയോ ആക്റ്റീവ് ഈസ് എ ബിഗർ പ്രോബ്ലം. ഈ ബൈ പ്രൊഡക്റ്റുകൾ അതിൻ്റെ ഡിസ്പോസൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ദേ ആർ റേഡിയോ ആക്റ്റീവുള്ള ആക്ടിവിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ്. ദേ ഹാവ് എയ്തർ ടു ബി ഡിസ്പോസ്ഡ് ഓഫ് ഇൻ എ ഡീപ്പ് ട്രഞ്ച് ഓർ ഇൻ എ സീ അവേ ഫ്രം ദി സീ ഷോർ. അപ്പോൾ വളരെ വലിയ കുഴിയെടുത്ത് അതിൽ ഉപേക്ഷിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഉൾക്കടലുകളിൽ നമുക്ക് നിക്ഷേപിക്കേണ്ടി വരും. സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, അവൈലബിലിറ്റി ഓഫ് വാട്ടർ. ഈ കൂളിംഗ് പർപ്പസിനൊക്കെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പുഴയുടെ, കായലിൻ്റെ അല്ലെങ്കിൽ കടലിൻ്റെ സൈഡിലൊക്കെയാണ് നമ്മൾ ന്യൂക്ലിയർ പവർ പ്ലാന്റ് നിർമ്മിക്കുന്നത്. ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഡിസ്പോസലിൻ്റെ കേസിൽ ദി വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫിഷൻ ഇൻ എ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഈസ് ജനറലി റേഡിയോ ആക്റ്റീവ്. ഈ ഉണ്ടാകുന്ന വേസ്റ്റുകൾ റേഡിയോ ആക്റ്റീവാണ്. വിച്ച് മസ്റ്റ് ബി ഡിസ്പോസ്ഡ് ഓഫ് പ്രോപ്പർലി ടു അവോയ്ഡ് ഹെൽത്ത് ഹസാർഡ്സിനെ ഒഴിവാക്കാൻ വേണ്ടി അത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം. ദി വേസ്റ്റ് ഷുഡ് എയ്തർ ബി ബുരീഡ് ഇൻ ഡീപ്പ് ട്രഞ്ച് ഓർ ഡിസ്പോസ്ഡ് ഓഫ് ഇൻ സീ ക്വൈറ്റ് അവേ ഫ്രം ദി സീ ഷോർ. ഒന്നെങ്കിൽ വലിയ കുഴിയെടുത്ത് അതിൽ നിക്ഷേപിക്കണം, അല്ലെങ്കിൽ കടൽ തീരത്തിന് വളരെ അകലെ ഉൾക്കടലിൽ പോയി നമുക്ക് ഡിസ്പോസ് ചെയ്യേണ്ടി വരും. Therefore, the site selected for such plants should have adequate arrangement for disposal of radioactive waste. അപ്പോൾ നമ്മളൊരു ന്യൂക്ലിയർ പവർ സ്റ്റേഷനുള്ള സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു റേഡിയോ ആക്റ്റീവ് വേസ്റ്റിൻ്റെ കാര്യത്തിൽ കൂടെ ശ്രദ്ധിക്കണം. അവ ഡിസ്പോസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഡിസ്റ്റൻസ് ഫ്രം പോപ്പുലേറ്റഡ് ഏരിയാസിൽ നിന്ന് അകലെ ആയിരിക്കണം. കാരണം the site selected for nuclear power station should be quite away from the populated areas. There is a danger of presence of radioactivity in the atmosphere near the plant. Because ഈ പ്ലാന്റിൻ്റെ അടുത്തുള്ള അറ്റ്മോസ്ഫിയറിൽ റേഡിയോ ആക്ടിവിറ്റി ഉള്ള മെറ്റീരിയൽസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് കാരണമാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പോപ്പുലേറ്റഡ് ഏരിയാസിൽ നിന്ന് വളരെ അകലെ വേണം ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ നിർമ്മിക്കാൻ. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. ദി സൈറ്റ് സെലക്ടഡ് ഫോർ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഷുഡ് ഹാവ് അഡക്വേറ്റ് ഫെസിലിറ്റീസ് ഇൻ ഓർഡർ ടു ട്രാൻസ്പോർട്ട് ദി ഹെവി എക്യുപ്മെന്റ്സ് ഡ്യൂറിംഗ് ഇറക്ഷൻ ആൻഡ് ഫെസിലിറ്റേറ്റ് ദി മൂവ്മെന്റ് ഓഫ് ദി വർക്കേഴ്സ് എംപ്ലോയ്ഡ് ഇൻ ദി പ്ലാന്റ്. നമുക്ക് ഒരു പവർ സ്റ്റേഷൻ ഇറക്റ്റ് ചെയ്യാൻ വേണ്ടി ഹെവി എക്യുപ്മെൻറ്റ്സിനൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അത്യാവശ്യമാണ്.
From the above mentioned factors, it became apparent that ideal choice for a nuclear power station would be near sea or river and away from the thickly populated areas. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് കടലിൻ്റെ അടുത്തോ അല്ലെങ്കിൽ പുഴയുടെ അടുത്തോ വേണം നിർമ്മിക്കാൻ. മാത്രവുമല്ല അത് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് വളരെ ദൂരത്തും ആവണം നിർമ്മിക്കേണ്ടത്. Schematic arrangement of nuclear power station. The whole arrangement can be divided into the following main stages: nuclear reactor, heat exchanger, steam turbine and alternator. ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാമാണ്. ദിസ് ഈസ് ദി റിയാക്ടർ, ഹീറ്റ് എക്സ്ചേഞ്ചർ. ഇവിടെ നമ്മൾ കൂളൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് സോഡിയം മെറ്റലാണ്. ഹിയർ ദി കൂളൻ്റ് ഈസ് കോൾഡ് മെറ്റൽ. ഇവിടെ ആ മെറ്റൽ സോഡിയം കോൾഡ് ആയിരിക്കും. നമ്മൾ ഇതിനെ ഒരു പമ്പ് വെച്ചിട്ട് റിയാക്ടറിൽ എത്തിക്കും. അപ്പോൾ റിയാക്ടറിൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഒരുപാട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് ഈ സോഡിയം മെറ്റൽ ഹീറ്റാവും. അത് ഹോട്ട് മെറ്റലായിട്ട് ഹീറ്റ് എക്സ്ചേഞ്ചറിലെത്തും. ഹീറ്റ് എക്സ്ചേഞ്ചറിൽ വെള്ളം ഉണ്ടാവും. ഈ ഫീഡ് വാട്ടർ വഴി ഹീറ്റ് എക്സ്ചേഞ്ചറിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ വെള്ളം ഈ ഹോട്ട് മെറ്റലിൽ ഉള്ള ഹീറ്റ് ഉപയോഗിച്ചിട്ട് ചൂടാവും. അവിടെ സ്റ്റീം ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ സ്റ്റീം ക്രിയേറ്റ് ചെയ്താൽ ഈ മെറ്റൽ വീണ്ടും പഴയ രൂപത്തിലാവും. അപ്പോൾ വീണ്ടും നമ്മൾ ഈ സോഡിയത്തിനെ ഈ ന്യൂക്ലിയർ റിയാക്ടറിൽ എത്തിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ എത്തിക്കുന്നത്. ഈ പ്രൊഡ്യൂസ് ചെയ്ത സ്റ്റീമിനെ നമ്മളൊരു വാൽവ് വഴി ടർബൈനിൽ എത്തിക്കും. ടർബൈനിൽ മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് അൾട്ടർനേറ്റർ കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ സ്റ്റീമിനെ നമ്മളൊരു കണ്ടൻസർ ഉപയോഗിച്ചിട്ട് വീണ്ടും വെള്ളത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റും. ഇവിടെ ഈ കണ്ടൻസറിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൂളിംഗ് ടവറും സർക്കുലേറ്റിംഗ് പമ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫീഡ് വാട്ടർ പമ്പ് വഴി നമ്മൾ വീണ്ടും ഹീറ്റ് എക്സ്ചേഞ്ചറിൽ ഈ വെള്ളത്തിനെത്തിക്കും. ഇത് ഈ ഹോട്ട് മെറ്റലിലെ ചൂട് സ്വീകരിച്ച് സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. ന്യൂക്ലിയർ റിയാക്ടർ. It is an apparatus in which nuclear fuel uranium-235 is subjected to nuclear fission. ന്യൂക്ലിയർ റിയാക്ടറിലാണ് ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്നത്. ഇറ്റ് കൺട്രോൾസ് ദി ചെയിൻ റിയാക്ഷൻ ദാറ്റ് സ്റ്റാർട്ട് വൺസ് ദി ഫിഷൻ ഡൺ. ഈ ന്യൂക്ലിയർ റിയാക്ടർ ന്യൂക്ലിയർ റിയാക്ഷനെ കൺട്രോൾ ചെയ്യും. ഇഫ് ദി ചെയിൻ റിയാക്ഷൻ ഈസ് നോട്ട് കൺട്രോൾഡ്, നമ്മൾ ചെയിൻ റിയാക്ഷൻ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ദിസ് റിസൾട്ട് വിൽ ബി ആൻ എക്സ്പ്ലോഷൻ ഡ്യൂ ടു ദി ഫാസ്റ്റ് ഇൻക്രീസ് ഇൻ ദി എനർജി റിലീസ്ഡ്. ന്യൂക്ലിയർ റിയാക്ഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഉണ്ടാകും. അത് വലിയൊരു എക്സ്പ്ലോഷന് കാരണമാവും. അതാണ് ന്യൂക്ലിയർ വെപ്പൺസിലൊക്കെ യൂസ് ചെയ്യുന്നത്. A nuclear reactor is a cylindrical stout pressure vessel and houses fuel rods of uranium moderator and control rods. ഒരു സിലിണ്ട്രിക്കൽ സ്റ്റൗട്ട് പ്രഷർ വെസലിലാണ് ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടാവുക. അതിൽ ഫ്യൂവൽ റോഡ്സ് ഉണ്ടാവും. ഫ്യൂവൽ റോഡ്സിലാണ് ഫ്യൂവൽ ഉണ്ടാവുക. തോറിയം അല്ലെങ്കിൽ യുറേനിയം ഒക്കെ ഉണ്ടാവുക. മോഡറേറ്റർ ആൻഡ് കൺട്രോൾ റോഡ്സ്, അതിൻ്റെ കൂടെ മോഡറേറ്റേഴ്സും കൺട്രോൾ റോഡ്സും ഉണ്ടാവും. ദി ഫ്യൂവൽ റോഡ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദി ഫിഷൻ മെറ്റീരിയൽ. ഫ്യൂൽ റോഡ്സിലാണ് ഫിഷൻ മെറ്റീരിയൽ ഉണ്ടാവുക. ആൻഡ് റിലീസ് ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി വെൻ ബൊംബാർഡഡ് വിത്ത് സ്ലോ മൂവിങ് ന്യൂട്രോൺസ്. അവ സ്ലോ മൂവിങ് ന്യൂട്രോൺസ് ആയിട്ട് ബൊംബാർഡ് ചെയ്യുമ്പോൾ ഇടിക്കുമ്പോൾ അവിടെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ദി മോഡറേറ്റർ കൺസിസ്റ്റ് ഓഫ് ഗ്രാഫൈറ്റ് റോഡ്സ് വിച്ച് എൻക്ലോസ് ദി ഫ്യൂവൽ റോഡ്സ്. ഈ മോഡറേറ്റർ ആയിട്ടുണ്ടാവുക ഗ്രാഫൈറ്റ് റോഡ്സ് അല്ലെങ്കിൽ വെള്ളം ഒക്കെയാണ് മോഡറേറ്റർ ആയിട്ട് ഉണ്ടാവുക. അത് ഈ ഫ്യൂവൽ റോഡ്സിനെ എൻക്ലോസ് ചെയ്യും. അതിൻ്റെ സറൗണ്ടിങ് ആയിട്ട് മോഡറേറ്റർ ഉണ്ടാവും. ദി മോഡറേറ്റർ സ്ലോസ് ഡൗൺ ദി ന്യൂട്രോൺസ് ബിഫോർ ദ ബൊംബാർഡ് വിത്ത് ഫ്യൂവൽ റോഡ്സ്. ഈ മോഡറേറ്ററിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ ഈ ന്യൂക്ലിയർ ഫിഷനിൽ ഉണ്ടാവുന്ന ന്യൂട്രോൺസിനെ സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. ഇത് സ്ലോ ഡൗൺ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഈ റിയാക്ഷൻ നടക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ മോഡറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ദി കൺട്രോൾ റോഡ്സ് ആർ ഓഫ് കാഡ്മിയം ആൻഡ് ആർ ഇൻസേർട്ടഡ് ഇൻ ടു റിയാക്ടർ.
Cadmium is strong neutron absorber and thus regulates the supply of neutrons for fission. കൺട്രോൾ റോഡ്സ് എന്ന് വെച്ചാൽ അത് കാഡ്മിയം മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് ഈ റിയാക്ടറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടാവും. കാഡ്മിയം ഒരു ശക്തിയേറിയ ന്യൂട്രോൺ അബ്സോർബറാണ്. Thus regulates the supply of neutrons for fission. ഈ കൺട്രോൾ റോഡ്സ് ആണ് ഈ ഫിഷനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഈ ഫിഷൻ്റെ റേറ്റ് കൂടുന്ന സമയത്ത് ഒരുപാട് എനർജി റിലീസ് ചെയ്യും. അപ്പോൾ നമുക്ക് അത്രയും എനർജി വേണ്ട എന്നുണ്ടെങ്കിൽ ഈ കൺട്രോൾ റോഡ്സ് ഈ റിയാക്ടറിലേക്ക് ഇറക്കി വെക്കും. അപ്പോൾ ഈ കൺട്രോൾ റോഡ്സ് ഒരുപാട് ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്യും, ആഗിരണം ചെയ്യും. ആ സമയത്ത് ഈ ന്യൂക്ലിയർ ഫിഷൻ്റെ റേറ്റ് കുറയും, ഉണ്ടാവുന്ന ഹീറ്റ് കുറയും. നമ്മൾ പൂർണ്ണമായിട്ടും ഈ കൺട്രോൾ റോഡ്സ് ഇറക്കി വെച്ചാൽ എല്ലാ ന്യൂട്രോൺസിനെയും ഇത് അബ്സോർബ് ചെയ്യും. അപ്പോൾ അവിടെ ന്യൂക്ലിയർ ഫിഷൻ എന്നുള്ള പ്രോസസ്സ് സ്റ്റോപ്പ് ആവും. അങ്ങനെയാണ് കൺട്രോൾ റോഡ്സ് ഈ ചെയിൻ റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. കൺട്രോൾ റോഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കാഡ്മിയം മെറ്റീരിയലാണ്. When the control rods are pushed in deep enough, they absorb most of fission neutron and hence fewer are available for chain reaction, which therefore stops. നമ്മൾ പറഞ്ഞു കൺട്രോൾ റോഡ്സ് കൂടുതൽ ഡീപ്പായിട്ട് ഇറക്കി വെച്ചാൽ അത് മോസ്റ്റ് ഓഫ് ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്യും. ദെൻ ഈ ചെയിൻ റിയാക്ഷൻ നിൽക്കാൻ കാരണമാവും. However, as they are being withdrawn, more and more of these fission neutrons cause fission and hence the intensity of chain reaction or heat produced is increased. അതുപോലെ തന്നെ നമ്മളത് വിത്ഡ്രോൺ ചെയ്താൽ, അത് പുൾ ചെയ്താൽ, പുറത്തേക്ക് എടുത്താൽ ന്യൂട്രോൺസ് ഒരുപാടെണ്ണം റിലീസാവും. അപ്പോൾ ഫിഷന് അവിടെ കൂടും, കൂടുതൽ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. Therefore, by pulling out the control rods, power of the nuclear reactor is increased. നമ്മൾ ഈ കൺട്രോൾ റോഡ്സിനെ പുൾ ഔട്ട് ചെയ്താൽ, പുറത്തേക്ക് എടുത്താൽ ഈ ചെയിൻ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. whereas by pushing them in it is reduced. അതിനെ ഉള്ളിലേക്ക് പുഷ് ചെയ്യുമ്പോൾ ഈ റിയാക്ഷൻ നമുക്ക് കുറക്കാൻ വേണ്ടി സാധിക്കും. In actual practice, the lowering or rising of control rods is accomplished automatically according to the requirement of load. ആക്ച്വൽ കേസിൽ ലോഡിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് ഈ കൺട്രോൾ റോഡ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങുകയും അതുപോലെ പുറത്തേക്ക് വരികയും ചെയ്യും. ദി ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി റിയാക്ടർ ഈസ് റിമൂവ്ഡ് ബൈ ദി കൂളൻറ്റ്, generally a sodium metal. The coolant carries the heat to the heat exchanger. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെ കൂളൻ്റാണ് റിമൂവ് ചെയ്യുന്നത്. സോഡിയം മെറ്റലാണ് നമ്മൾ കൂളൻ്റായിട്ട് സാധാരണ യൂസ് ചെയ്യുന്നത്. ദി കൂളൻ്റ് ക്യാരീസ് ദി ഹീറ്റ് ടു ദി ഹീറ്റ് എക്സ്ചേഞ്ചർ. ആ കൂളൻ്റ് ഹീറ്റിനെ ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് ക്യാരി ചെയ്യും. ആ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ വെച്ചിട്ടാണ് വെള്ളത്തെ നീരാവിയാക്കുന്ന പ്രോസസ്സ് നടക്കുന്നത്. ആ സ്റ്റീമിനെയാണ് നമ്മൾ ടർബൈനിൽ എത്തിച്ചിട്ട് മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ന്യൂക്ലിയർ റിയാക്ടർ. റിയാക്ടറിൽ കൺട്രോൾ റോഡ്സ് ഉണ്ട്. യുറേനിയം, ദാറ്റ് ഈസ് ഫ്യൂൽ റോഡ്സ്, മോഡറേറ്റർ, കൂളൻ്റ് നമ്മൾ ഈ റിയാക്ടറിൻ്റെ ഉള്ളിലൂടെ കടത്തിവിടും. അപ്പോൾ ആ കൂളൻ്റ് ചൂടാവും. ഈ ഹീറ്റിനെ റിയാക്ടറിൽ നിന്ന് ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് കൂളൻ്റ് ക്യാരി ചെയ്യും. അപ്പോൾ ഈ ഹീറ്റ് ഉപയോഗിച്ചിട്ട് ഇവിടെയുള്ള വാട്ടർ സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ സ്റ്റീമിനെ നമ്മൾ ടർബൈനിൽ എത്തിച്ചിട്ട് മെക്കാനിക്കൽ എനർജി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഇവിടെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുമ്പോൾ ഈ കൂളൻ്റ് വീണ്ടും തണുക്കും. അത് വീണ്ടും നമ്മൾ ഈ റിയാക്ടറിലൂടെ കടത്തിവിടും. ഒരു സൈക്ലിക് പ്രോസസ്സ് നടക്കും. This is the working of a nuclear reactor. Heat exchanger. The coolant gives up heat to the heat exchanger, which is utilized in rising the steam. ഈ കൂളൻ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിനെ ഹീറ്റ് ചെയ്യിക്കും. അത് സ്റ്റീം ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യും. ആഫ്റ്റർ ഗിവിങ് അപ്പ് ഹീറ്റ്, ദി കൂളൻ്റ് ഈസ് അഗൈൻ ഫെഡ് ടു ദി റിയാക്ടർ. ആ ഹീറ്റിനെ
ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൊടുത്താൽ ആ കൂളൻ്റ് വീണ്ടും റിയാക്ടറിലേക്ക് തിരിച്ചു പോകും. ആ ഒരു സൈക്ലിക് പ്രോസസ്സ് നടക്കും. സ്റ്റീം ടർബൈൻ. ദി സ്റ്റീം പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ഹീറ്റ് എക്സ്ചേഞ്ചർ ഈസ് ലെഡ് ടു ദി സ്റ്റീം ടർബൈൻ ത്രൂ എ വാൽവ്. നമ്മൾ ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ പ്രൊഡ്യൂസ് ചെയ്തുള്ള സ്റ്റീമിനെ ഒരു വാൽവ് വഴി നമ്മൾ ടർബൈനിലേക്ക് എത്തിക്കും. ഈ സ്റ്റീം ടർബൈന് നമ്മൾ പഠിച്ചിട്ടുള്ള റിയാക്ഷൻ ടർബൈനും ഇമ്പൾസ് ടർബൈനൊക്കെയാണ് യൂസ് ചെയ്യുക. ആഫ്റ്റർ ഡൂയിങ് യൂസ്ഫുൾ വർക്ക് ഇൻ ദി ടർബൈൻ, ദി സ്റ്റീം ഈസ് എക്സോസ്റ്റഡ് ടു കണ്ടൻസർ. ദി കണ്ടൻസർ കണ്ടൻസസ് ദി സ്റ്റീം വിച്ച് ഈസ് ഫെഡ് ടു ദി ഹീറ്റ് എക്സ്ചേഞ്ചർ ത്രൂ ഫീഡ് വാട്ടർ പമ്പ്. ടർബൈനിൽ സ്റ്റീം മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്റ്റീമിനെ വീണ്ടും ഈ കണ്ടൻസ് ചെയ്തിട്ട് വെള്ളമാക്കി വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യും. അത് വീണ്ടും ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് ഒരു ഫീഡ് പമ്പ് വഴി എത്തിക്കും. അൾട്ടർനേറ്റർ ഈ ടർബൈനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ അൾട്ടർനേറ്ററിൽ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ, സർക്യൂട്ട് ബ്രേക്കേഴ്സ്, ഐസൊലേറ്ററൊക്കെ വഴി ബസ് ബാറിൽ എത്തിക്കും. ഇതാണ് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ വർക്കിംഗ്. കമ്പാരിസൺ ഓഫ് ഡിഫറെൻറ്റ് പവർ ജനറേറ്റിംഗ് മെത്തേഡ്സ്. ലൊക്കേഷൻ്റെ ടൈമിൽ ഈ സ്റ്റീം പവർ സ്റ്റേഷന് നമുക്ക് വെള്ളവും അതുപോലെ കൽക്കരിയും അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നിർമ്മിച്ചാൽ അതാവും നന്നാവുക. ഇനി ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ കേസിൽ നമുക്ക് വലിയൊരു റിസർവെയർ വേണം, അതുകൊണ്ട് ഡാം കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വേണം ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ നിർമ്മിക്കാൻ. ഈ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ്റെ കേസിൽ അവിടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്, അതുപോലെ പോപ്പുലേറ്റഡ് ഏരിയാസിൽ നിന്ന് വളരെ അകലെ വേണം ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ നിർമ്മിക്കാൻ. ഈ സ്പേസ് റിക്വയർഡ്. സ്റ്റീം പവർ സ്റ്റേഷൻ്റെ കേസിൽ വളരെ അധികം സ്പേസ് റിക്വയർഡ് ആണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ കേസിൽ ഏറ്റവും കൂടുതൽ സ്പേസ് ആവശ്യമുള്ള പവർ ജനറേറ്റിംഗ് മെത്തേഡാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ്റെ കേസിൽ സെയിം കപ്പാസിറ്റി ഓഫ് സ്റ്റീം സ്റ്റേഷനും ഹൈഡ്രോ പവർ സ്റ്റേഷനും കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയർ പവർ സ്റ്റേഷന് വളരെ കുറച്ച് സ്പേസ് മതി. സാധാരണ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഒരുപാട് സ്പേസ് എടുത്തിട്ടാണ് നിർമ്മിക്കാറ്, കാരണം അത്ര അധികം കപ്പാസിറ്റി ഉള്ള ന്യൂക്ലിയർ പവർ സ്റ്റേഷനാണ് സാധാരണ നിർമ്മിക്കാറ്. ഇനീഷ്യൽ കോസ്റ്റ് സ്റ്റീം പവർ സ്റ്റേഷൻ്റെ കേസിൽ കുറവാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലാണ്. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ്റെ കേസിലാണ് ഏറ്റവും കൂടുതൽ ഇനീഷ്യൽ കോസ്റ്റ് ഉള്ളത്. റണ്ണിങ് കോസ്റ്റ് സ്റ്റീം പവർ സ്റ്റേഷന് കൂടുതലാണ്. ഒരുപാട് എമൗണ്ട് കോൾ നമുക്ക് വേണ്ടി വരും. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ കേസിൽ റണ്ണിങ് കോസ്റ്റ് വളരെ കുറവാണ്, കാരണം നമ്മൾ ഇന്ധനമൊന്നും ഉപയോഗിക്കുന്നില്ല, വെള്ളമാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ റണ്ണിങ് കോസ്റ്റ് വളരെ കുറവാണ്. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ്റെ കേസിൽ ആസ് കമ്പയർഡ് ടു സ്റ്റീം പവർ സ്റ്റേഷൻ റണ്ണിങ് കോസ്റ്റ് കുറവാണ്. എഫിഷ്യൻസി സ്റ്റീം പവർ സ്റ്റേഷൻ ലീസ്റ്റ് എഫിഷ്യൻ്റ് ആണ്. എഫിഷ്യൻസി വളരെ കുറവാണ്, 25% എഫിഷ്യൻസിയൊക്കെ ഉള്ളൂ. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പവർ ജനറേറ്റിംഗ് മെത്തേഡ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേറ്റിംഗ് മെത്തേഡാണ്. 85% എഫിഷ്യൻസി ഉണ്ട്. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ്റെ കേസിൽ അത് സ്റ്റീം പവർ സ്റ്റേഷനെക്കാളിലും എഫിഷ്യൻ്റ് ആണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ അത്ര എഫിഷ്യൻ്റ് അല്ല. 55% ഒക്കെയാണ് അതിൻ്റെ എഫിഷ്യൻസി ഉണ്ടാവുക. ലോസസ് ഹൈ ലോസാണ് സ്റ്റീം പവർ സ്റ്റേഷൻ്റെ കേസിലുള്ളത്. കാരണം ടർബൈന് സ്വിച്ച് ഓഫ് ആക്കിയാലും ബോയിലർ വർക്ക് ചെയ്യും, കാരണം അതിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഇന്ധനം കത്തി തീരുവോളം അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അവിടെ ടർബൈന് ഓണാണോ ഓഫാണോന്നൊന്നും ബോയിലർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ കേസിൽ ലോസ് കുറവാണ്. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ്റെ കേസിൽ ലോസ് കുറവാണ്, പക്ഷേ ആസ് കമ്പയർഡ് ടു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ലോസ് കൂടുതലാണ്. കൂടുതൽ ലോസ് ഉള്ളത് സ്റ്റീം പവർ സ്റ്റേഷനിലാണ്. മെയിൻ്റനൻസ് കോസ്റ്റ് ഹൈ സ്കിൽഡ് ലാബേഴ്സ് ആർ റിക്വയർഡ് ഫോർ സ്റ്റീം പവർ സ്റ്റേഷൻ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ കേസിൽ മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ്റെ കേസിൽ ഹൈലി സ്കിൽഡ് ആൾക്കാർ ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ ഹയസ്റ്റ് മെയിൻ്റനൻസ് കോസ്റ്റാണ്. ലിസ്റ്റ് ഓഫ് സോഴ്സ് ഓഫ് പവർ ഹാസ് മോസ്റ്റ് ലിമിറ്റ് സോഴ്സ് ഓഫ് പവർ. കോൾ എന്നൊക്കെ പറഞ്ഞാൽ
അതിൻ്റെ സോഴ്സ് ഓരോ നാൾ കഴിയുന്തോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സേ ഉള്ളൂ. ആസ് അൺഡിപ്പെൻഡബിൾ വാട്ടർ സോഴ്സസ് ഡ്യൂ ടു വെതർ കണ്ടീഷൻസ്, കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അവൈലബിലിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഒരു അനിശ്ചിതമായിട്ടുള്ള സോഴ്സാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ കേസിലുള്ളത്. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ്റെ കേസിൽ സഫിഷ്യൻ്റ് ഫ്യൂവൽ റിസോഴ്സ് നമുക്കുണ്ട്. കാരണം വളരെ കുറഞ്ഞ എമൗണ്ട് ഓഫ് ഫ്യൂവൽ കൊണ്ട് ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. സ്റ്റാർട്ടിങ് ടൈം, ലോങ്ങസ്റ്റ് സ്റ്റാർട്ടിങ് ടൈമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാവുക. കാരണം ഫ്യൂവലൊക്കെ കത്തി സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്ത് ടർബൈനിലേക്ക് എത്തുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് സ്റ്റാർട്ടിങ് ടൈമാണ്. എപ്പോഴാണോ എനർജി വേണ്ടത് അപ്പോൾ നമുക്ക് വെള്ളം തുറന്ന് വിട്ടാൽ മതി. വെള്ളം തുറന്ന് വിട്ട് ആ നിമിഷം തന്നെ ടർബൈനിൽ മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനൊക്കെ ആണ് നമുക്ക് ഫ്ലക്ച്വേറ്റിംഗ് ലോഡിലൊക്കെ ഉപയോഗിക്കാൻ നല്ലത്. അതുപോലെ ഡീസൽ പവർ സ്റ്റേഷനും നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ലോഡിൽ ഉപയോഗിക്കും. അതിനും സ്റ്റാർട്ടിംഗ് ടൈം കുറവാണ്. ന്യൂക്ലിയർ പവർ സ്റ്റേഷനും ലോങ് സ്റ്റാർട്ടിംഗ് ടൈമാണ്. പക്ഷേ സ്റ്റീം പവർ സ്റ്റേഷൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം സ്റ്റാർട്ടിംഗ് ടൈം വേണ്ട. ഇനി എമിഷൻ, ഹയസ്റ്റ് എമിഷനാണ്, പൊല്യൂഷൻ കൂടുതലാണ് സ്റ്റീം പവർ സ്റ്റേഷൻ്റെ കേസിൽ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ കേസിൽ ദർ ഈസ് നോ എമിഷൻ, അവിടെ പുകയോ കരിയോ ഒന്നും ഉണ്ടാകുന്നില്ല. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ്റെ കേസിൽ ദാറ്റ് ഈസ് ക്ലീനർ ദാൻ സ്റ്റീം പവർ പ്ലാന്റ്. സ്റ്റീം പവർ പ്ലാന്റ് കമ്പയർ ചെയ്യുമ്പോൾ ക്ലീനറാണ്. പക്ഷേ അവിടെ റേഡിയോ ആക്ടിവിറ്റിയുള്ള ബൈ പ്രോഡക്ട്സ് ഉണ്ടാകുന്നത് അത് പൊളൂട്ടിങ് ആണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിഫറെൻറ്റ് പവർ ജനറേറ്റിംഗ് മെത്തേഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഉപയോഗപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.